സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് ഫോക്ക് ബേസ് സോങ് റൗണ്ടിലാണ്. ഫോക്ക് ബേസ് സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഗ്രീഷ്മ കണ്ണൻ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഗ്രീഷ്മ. ഗ്രീഷ്മ കുട്ടി, ഫോക്ക് റൗണ്ടിന് പറ്റിയ ഒരു കോസ്റ്റ്യൂം ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ത്രിവേണി എന്നുള്ള ഫിലിമിലെ സുശീലമ്മ പാടിയ പാമരം പളുങ്കുകൊണ്ട് എന്നുള്ള പാട്ടാണ്. നല്ല സോങ് സെലക്ഷൻ ആണ് ഗ്രീഷ്മ. അപ്പൊ നന്നായിട്ട് പാടാ. ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഗ്രീഷ്മ കുട്ടി, നല്ലൊരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ കുട്ടി ഡാൻസേഴ്സിന് ഒരു വലിയ കൈഡി കൊടുക്കാം. ഗ്രീഷ്മ, ഇനി നമ്മുടെ ഈ ഫോക്ക് ബേസ് സോങ് റൗണ്ടിന്റെ കമന്റ്സ് അറിയാം. ബിചേട്ടാ. ഗ്രീഷ്മ, നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അത്. മോള് അസലായിട്ട് പാടി കേട്ടോ. ത്രിവേണി എന്ന് പറയുന്ന സിനിമയാണ്.
വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് സോങ്സ് ഉണ്ട് ഇതിൽ. കൈതപ്പുഴ കായലിലെ ഇതിലെ പാട്ടാണ്. അതുപോലെ സംഗമം സംഗമം ത്രിവേണി സംഗമം, ഒരുപാട് പാട്ടുകളുണ്ട്. ഇത് ഒരു സുശീലാമ്മയാണ് പാടിയിട്ടുള്ളത് അല്ലേ? അത് മോളുടെ പാട്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും സുശീലാമ്മയാണ് പാടിയതെന്ന്. എനിക്ക് ആകെ തോന്നിയതെന്ന് വെച്ചാല് ഒരു സിംഗർ അവരുടെ ഇന്റലിജൻസ് കൊണ്ട് ആ പാട്ട് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം എന്നുള്ളതാണ്. പക്ഷെ ചില ഭാഷകളിൽ വരുന്ന ചില അവര് ചിലപ്പോൾ മലയാളി അല്ലാത്തതിന്റെ ചില ന്യൂനതകളുണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത്തിലേ എന്ന് പറയുമ്പോൾ ഇത്തിലേ അങ്ങനെ പറയണം, ഇതിലേ എന്ന് നമ്മൾ മലയാളി പറയുന്ന പോലെ പറഞ്ഞാൽ മതി. പക്ഷെ അവരുടെ സിംഗിങ്ങിലുള്ള ഒരു എന്താണ് ആ പാട്ടിനെ ഹെൽപ്പ് ചെയ്തതെന്ന് ഉള്ള അന്വേഷണം വേണം. അത് മോള് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ, ഭംഗിയായിട്ട് പാടി. ഇടയ്ക്ക് മോളുടെ ഒരു എക്സ്പ്രഷൻസ് ഇടയ്ക്ക് ലൂസായി പോയ പോലെ തോന്നി. ഡാൻസിൽ കണ്ടിട്ടാണോ എന്നറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒരു റിഹേഴ്സൽ ആണോ എന്ന് തോന്നുന്നത് പോലെ ആയിപ്പോയി. പക്ഷെ എന്നാൽ ഇടയ്ക്ക് നല്ല എക്സ്പ്രസീവായി കണ്ണൊക്കെ അടയ്ക്കുകയും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഡാൻസേഴ്സും നല്ല ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാം കൊണ്ടും നന്നായി കേട്ടോ. ദേവരാജൻ മാഷിന്റെ വളരെ അത്യുജ്വലമായിട്ടുള്ള കമ്പോസിംഗ് ആണത് കേട്ടോ. വളരെ ഭംഗിയായിട്ട് പാടി മോളെ. ഗുഡ് ലക്ക്. ഗ്രീഷ്മക്കുട്ടി, മീനെയൊക്കെ കിട്ടിയോ കടലിൽ പോയിട്ട്? കഴിക്കാറില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഡ്രസ് ഇട്ട് നിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ മോള്? വീട്ടിൽ ഇതാണോ ഇടാറുള്ളത്? പിന്നെ നൈറ്റ് ഡ്രസ് ആയിട്ടൊക്കെ നല്ല ചേർച്ചയുണ്ട്, നല്ല രസമുണ്ട്. നിന്ന് പാടുന്ന കണ്ടപ്പോ നമുക്കൊരു പഴയ പാട്ട് കേൾക്കുമ്പോൾ അതൊരു സുഖം വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് ഈ പാമരം പളുങ്കു കൊണ്ടെന്നുള്ള ഗാനം. നന്നായിട്ട് തന്നെ മോള് പാടി. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്തിലേവ ഇപ്പൊ സുശീലമ്മ അങ്ങനെ അങ്ങനെ എന്താ പറയാ, പക്ഷെ അത് ഗ്രീഷ്മ പാടി കേൾക്കുമ്പോ അതിന്റെ ഒരു ക്യൂട്ട്നെസ് വേറെയുണ്ട്. ഗ്രീഷ്മ മോളിപ്പോ റെക്കോർഡ് പോലെ പാടാൻ ശ്രമിച്ചെങ്കിലും മോൾ പ്രത്യേകിച്ച് ആ വരി പാടുമ്പോ അത് കേൾക്കുമ്പോ എന്തോ ഇത്തിലേവാ തോണി ഇങ്ങനെ ഒരു ഒതുക്കിയിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് മോളത് പാടിയത്. അതുപോലെ മാലയിട്ട കണ്ണനെ, അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഒരു രസമുണ്ടായിരുന്നു. മോള് പാടുന്ന ഒരു കുട്ടിത്തം അതിൻ്റെ അകത്ത് തോന്നി. മാക്സിമം മോള് നന്നായിട്ട് തന്നെ പാടി. നമ്മുടെ കുഞ്ഞു പിള്ളേർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അല്ലെ, കുഞ്ഞരയത്തികള് അവരും നന്നായി ഹെൽപ്പ് ചെയ്തു. മൊത്തത്തിൽ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീഷ്മ, മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഗാനം. മോളുടെ സിംഗിങ് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പയർഡ് ടു ഓൾ ദ കണ്ടസ്റ്റൻസ് മോൾക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് പഠിക്കാൻ തന്നാൽ ശരിക്ക് അത് ആ പാട്ടിൽ എന്താണോ അത് മോൾ എപ്പോഴും പഠിച്ചു പാടും. അതായത് ആ സിംഗിങ് സ്റ്റൈലാവട്ടെ, ആ കമ്പോസിഷൻ സ്റ്റൈലാവട്ടെ, മാക്സിമം മോൾ അതിനോട് നീതി പുലർത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. സ്പെഷ്യലി മറ്റൊരു കാര്യം, ഇതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് മോളൊരു പാട്ട് പാടുമ്പോൾ അതിന്റെ ഒറിജിനൽ സിംഗർ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബേസിക്കലി. ബിക്കോസ് അത്രയും ജസ്റ്റിസ് മോൾ ആ പാട്ടിനോട് കൊടുക്കുന്നുണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൈലിൽ പാടണം, എങ്കിലും അതിന്റെ ഒറിജിനൽ സിംഗർ പാടിയ നല്ല എലമെന്റ്സ് നമ്മൾ എപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വേണം പാടാൻ. ഓക്കെ മോളെ, ഇന്നത്തെ ഈ പെർഫോമൻസും വളരെ നന്നായിരുന്നു. മോൾക്ക് സംശയമുണ്ടായിരുന്ന ഒരു വാക്ക് എട്രിക്കടൽക്കരയല്ല, അതിപ്പോ ബിജുചേട്ടൻ ക്ലിയർ ചെയ്തു, യക്ഷിക്കടൽക്കരയാണ്. അപ്പൊ അത് ഇനി പാടുമ്പോ ക്ലിയർ ചെയ്യാം. ഓക്കെ മോളെ. അതുപോലെ മോൾ സുശീലമ്മയുടെ സിംഗിങ് മാക്സിമം അതിന്റെ നല്ല എലമെന്റ്സ് ഉൾക്കൊണ്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിക്ഷൻ അതുപോലെ ഉച്ചാരണം അതുപോലെ കോപ്പി ചെയ്യണമെന്നില്ല, അത് നമുക്ക് കൂടുതൽ മലയാളീകരിച്ച് പാടാം, അതിനുള്ള ശ്രമം നടത്താം. ആസ് ഓൾവേസ് ഫീൽ ആൻഡ് എക്സ്പ്രഷൻ വെർ വെരി ഗുഡ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് മോള് ഡാൻസേഴ്സിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് തന്നെ പാടി. എല്ലാം കൊണ്ടും തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ്. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. താങ്ക് യു അനുവേട്ട. ഗ്രീഷ്മക്കുട്ടി, അപ്പം ഗ്രീഷ്മക്കുട്ടിയുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പം ഈ ഫസ്റ്റ് പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബിചേട്ടാ, on 30 27.5, എക്സ്പ്രഷന് 2.75. നൈസ് സ്കോർ. താങ്ക് യു ബിചേട്ടാ. റിം ചേച്ചി 27.75, ഫീലിന് 2.75. താങ്ക് യു റിം ചേച്ചി. അനുവേട്ടാ? മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു സിംഗിങ്, സോ ഐ ഗിവ് യു 28 out of 30. Style, attitude and performance was good, so I give you 3.75 out of 4. Thank you Anuveta. That make your total score 92.5 on 100. ഗ്രീഷ്മക്കുട്ടി, നല്ല സ്കോർ ആണല്ലോ. സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് നല്ല മാർക്ക് തന്നെ വാങ്ങിച്ചു. ഇനി വരുന്ന പെർഫോമൻസും കലക്ക്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മോളുടെ ഇത്ര
ഇത്ര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിങ് ആദ്യമായിട്ടാണ് നമ്മൾ അടുത്ത് കേൾക്കുന്നത്. മോളുടെ ശബ്ദത്തിന് ഇത്ര മനോഹാരിത ഉണ്ടെന്ന് ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോഴാണ് കൂടുതലും. Ideal World